മലയാളം കുറച്ച് പഠിച്ചു തുടങ്ങി. ബാക്കി നമുക്ക് പഠിപ്പിക്കാമല്ലേ? നമുക്ക് ഇവർക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ മലയാളികൾക്ക് പഠിപ്പിക്കാനുണ്ടല്ലേ? നമുക്ക് പഠിപ്പിക്കാം. നമ്മൾ രണ്ടുപേരും കുംഭമേളയ്ക്ക് പോവാന്നാണ് ആള് പറയാറ്. പിന്നെ ഇന്നത്തെ പ്രത്യേകത, കോഴിക്കോട് ജയിലിൽ പോയി വന്നതിന് ശേഷം ആദ്യത്തെ ഫംഗ്ഷനാണ് കോഴിക്കോട്. ജയിലിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ ഒരേപോലെ എന്നെ സ്വീകരിച്ച, എനിക്ക് ധൈര്യം തന്ന, സ്നേഹം തന്ന എല്ലാവരോടും നന്ദി. ലവ് യു. മനഃപൂർവ്വം കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറ്റബോധം ഇല്ലാത്തത് കൊണ്ട് ചിരിച്ചു പോയി ചിരിച്ചു തന്നെ വന്നു. അപ്പൊ എല്ലാ സപ്പോർട്ടിനും നന്ദി. നമസ്തേ കേരള, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് വേണ്ടി മലയാളം പോലും പഠിച്ചിരിക്കുകയാണ്. बच्चे ने पका दिया इधर आने के लिए. നിങ്ങളുടെ എല്ലാവരും എന്റെ ലാസ്റ്റ് ചോദ്യം ഇതായിരുന്നു. നിങ്ങൾ എല്ലാവരും നമ്മുടെ മൊണാലിസയുടെ ഫാൻസ് ആണ്. മൊണാലിസ ആരുടെ ഫാൻസ് ആണെന്ന് ഞാൻ ചോദിച്ചത്. മൊണാലിസയുടെ ആൻസർ എന്താണെന്ന് അറിയോ? നിങ്ങൾ ഓരോരുത്തരുടെയും ഫാൻ ആണ് മൊണാലിസ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ കൈയടി കൊടുക്കണം. താങ്ക് യു സോ മച്ച്. സോ ബോച്ചി, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഒരു വൈറൽ താരത്തെ നമുക്ക് മുന്നിൽ കൊണ്ടു തന്നതിന്. हमारे भविष्य आपको जितना कुछ मैंने देखा है, जितना कुछ समझा है, हैप्पी वैलेंटाइन्स डे. എല്ലാവർക്കും സുഖമല്ലേ? ചിക്കൻ താങ്ക് യു സോ മച്ച് മൊണാലിസ. ഇനി നമുക്ക് തീർച്ചയായിട്ടും നന്ദി പറയാനുള്ളത് നമ്മുടെ ബോച്ചിയുടെ അടുത്താണ്. നമ്മുടെ വൈറൽ താരത്തെ, നമ്മുടെ ബ്യൂട്ടി ക്വീനെ നമ്മുടെ കോഴിക്കോട് കൊണ്ടു തന്നതിന് ഒരു ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ അതിന് വേറെ വാക്കില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ എല്ലാവരും നമ്മുടെ ബോച്ചി ഫാൻസ് ആണ്. ബോച്ചി, എന്തായിരുന്നു നമ്മുടെ മൊണാലിസ ഇവിടെ മൊണാലിസ എന്ന ഡയമണ്ട് സെഗ്മെന്റിന്റെ ഈ ഒരു ഇനോഗ്രൽ സെറമണിക്ക് കൊണ്ടുവരാം എന്ന് തോന്നിയതിന് പിന്നിൽ? അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരോട് എന്താണ് പറയാനുള്ളത്? Hello, hi, my dear friends. Love you. दुनिया का सबसे बड़ा कुंभ मेला, महाकुंभ मेला का वायरल गर्ल मोनालिसा इधर आ गया. बहुत खुशी है ना? मुझे भी बहुत खुशी है यहाँ आके. तो मैं वापस बोलता हूँ, वैलेंटाइंस डे. മലയാളം കുറച്ച് പഠിച്ചു തുടങ്ങി. ബാക്കി നമുക്ക് പഠിപ്പിക്കാമല്ലേ? നമുക്ക് ഇവർക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ മലയാളികൾക്ക് പഠിപ്പിക്കാനുണ്ടല്ലേ? നമുക്ക് പഠിപ്പിക്കാം. ശരിക്കും ഞാൻ महाकुंभमेला 144 144 ईयर्स में एक ही बार आ रहे वर्ल्ड का सबसे बड़े महाकुंभमेला. महाकुंभमेला के ഇച്ചിരി മാറിക്കാൻ പറയുന്നു. ഞാൻ ഈ കുംഭമേളയ്ക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഡയമണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രത്യക്ഷമാവുന്നത്. അങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടാൻ കാരണം. അപ്പോ കുംഭമേള ഡയമണ്ട് ആണിപ്പോ നമ്മുടെ ബോച്ചെ ഗോൾഡൻ ഡയമണ്ട് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഡയമണ്ട് ഹോ ഗയാ അഭി. അങ്ങനെയാണ് ഇവിടെ എത്തിക്കാൻ കാരണമായത്. ഇപ്പോ ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വരുമ്പോ अभी मोनालिसा बोला हम दोनों कुंभ मेला जाएंगे क्या? जरूर आपको पूछता है क्या?
जाएगा जरूर जाएंगे। किधर जाएगा कुंभ मेला कौन कौन जाएगा आप और मैं। ഓ हम दोनों जाएगा നമ്മൾ രണ്ടുപേരും കുംഭമേളയ്ക്ക് പോവാന്നാണ് ആള് പറയുന്നത് ഓക്കെ താങ്ക് യു हम देखिएगा കുംഭമേളയ്ക്ക് പോയ ഇതുപോലെ തിരിച്ചു വരാൻ പറ്റുമെന്ന് അറിയില്ല അത്രയും ക്രൗഡില് വീഡിയോയിലൊക്കെ കണ്ടിരുന്നു പോലീസ് സെക്യൂരിറ്റിയിലൊക്കെ കയറ്റി വിടുന്നത് എനിവേ ഇന്ന് വന്ന എല്ലാവരോടും നന്ദി വർഷങ്ങളായിട്ട് ബോച്ചയ്ക്കൊപ്പം നമ്മുടെ സ്ഥാപനത്തിനൊപ്പം നിന്നിട്ടുള്ള എല്ലാ കാലത്തും നമ്മുടെ ഫംഗ്ഷനൊക്കെ വരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഇന്നത്തെ പ്രത്യേകത കോഴിക്കോട് ജയിലിൽ പോയി വന്നതിന് ശേഷം ആദ്യത്തെ ഫംഗ്ഷനാണ് കോഴിക്കോട് ജയിലിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ ഒരേപോലെ എന്നെ സ്വീകരിച്ച എനിക്ക് ധൈര്യം തന്ന സ്നേഹം തന്ന എല്ലാവരോടും നന്ദി നന്ദി ലവ് യു മനഃപൂർവ്വം കുറ്റമൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കുറ്റബോധം ഇല്ലാത്തത് കൊണ്ട് ചിരിച്ചു പോയി ചിരിച്ചു തന്നെ വന്നു അപ്പൊ എല്ലാ സപ്പോർട്ടിനും നന്ദി മാത്രമല്ല ബോച്ചയ്ക്ക് ഇഷ്ടം മുട്ട ഓംപ്ലേറ്റ് അടിച്ച് എന്നും കഴിക്കും 10-12 എണ്ണം ഈ അടിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ കപ്പിലാണ് അപ്പോൾ പ്രത്യേക സൗണ്ട് ഉണ്ട് പിന്നെ കുറെ പാമ്പിനെ വളർത്തുന്നുണ്ട് ഈ പാമ്പ് തവളയെ പിടിച്ചാൽ പ്രത്യേക സൗണ്ടാണ് ക്ലോക്കിന്റെ 3 മണി എന്ന സൗണ്ട് ഉണ്ടെങ്കിൽ ക്ലോക്കിന്റെ ചെറിയ സൂചി അനങ്ങുന്ന ശബ്ദം കേട്ട് ബോച്ച ചാടി അടിക്കും ആ ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി പാമ്പ് തവളെ പിടിച്ചാൽ വയനാട് കാട്ടിൽ പോകുമ്പോൾ പ്രത്യേക സൗണ്ട്